കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 14, 21 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. യൂദാസ് കറയോത്തയല്ല, അവരോട് പറഞ്ഞു, കർത്താവേ, നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു, എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞതെന്താണ്? യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവരിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിലേറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും ശക്തമായ പ്രലോഭനമാണ് ആദ്യ വായന നമ്മൾ വായിച്ചു കേട്ടത്. എനിക്ക് തോന്നുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ആദ്യ മാതാപിതാക്കൾ കടന്നുപോയ ഒരു പ്രലോഭനം, അല്ലെങ്കിൽ ആദ്യത്തെ പ്രലോഭനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതെന്തായിരുന്നു ചോദിച്ചാൽ, മനുഷ്യരായിരുന്ന ആദ്യ മാതാപിതാക്കൾ തങ്ങളെ തന്നെ ദൈവങ്ങളാക്കാനുള്ളൊരു പ്രലോഭനം. അതുകൊണ്ടാണ് സാത്താൻ്റെ രൂപത്തിൽ, സർപ്പത്തിൻ്റെ രൂപത്തിൽ സാത്താൻ വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പഴം പറിച്ചു തിന്നാൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും നന്മതിന്മകൾ തിരിച്ചറിയുകയും അങ്ങനെ നിങ്ങൾ ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. ഇത് കേട്ടപ്പോഴാണ് അവർ അത് പറിച്ചു തിന്നാൻ തീരുമാനമെടുക്കുക. കാരണം ഞങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പോൾ അവിടെ നന്മതിന്മകൾ തിരിച്ചറിഞ്ഞ് ദൈവത്തെ പോലെയാകാനുള്ള ആ ഒരു തീരുമാനമാണ്. മറ്റൊരു വാക്കി പറഞ്ഞാൽ, അവർ സ്വയം തീരുമാനിച്ചു എന്താണ് അവർക്ക് നന്മയെന്നും എന്താണ് അവർക്ക് തിന്മയെന്നും. അപ്പം അങ്ങനെ ഈ ഒരു പ്രലോഭനം, ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിക്കുന്ന പ്രലോഭനം, അത് വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമുക്ക് കാണാൻ പറ്റും. ദൈവത്തെ പോലെ ആകാനുള്ള ഒരു പ്രലോഭനം. അത് ഈ കാലഘട്ടത്തിലും പലരും തങ്ങളെ തന്നെ ദൈവങ്ങളാക്കി, മനുഷ്യ ദൈവങ്ങളാക്കി ഈ കാലഘട്ടത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അത് വല്ലാത്ത അപകടമാണ്. കാരണം യഥാർത്ഥ ദൈവത്തിൽ നിന്നും സത്യദൈവത്തിൽ നിന്നും മനുഷ്യനെ അത് വ്യതിചലിപ്പിക്കും. അതുകൊണ്ടാണ് അത് അപകടകരമായ ഒരവസ്ഥയിലേക്ക് പോകുന്നതെന്ന് പറയുന്നത്. തങ്ങളെ തന്നെ ദൈവങ്ങളാക്കുക, തങ്ങൾക്ക് തന്നെ ദൈവത്തിൻ്റെ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു സ്വഭാവത്തിൻ്റെ സവിശേഷത സ്വീകരിക്കുക. അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കാലഘട്ടം കടന്നു പോകുമ്പോൾ നമ്മളിതിൻ്റെ അപകടം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കാണുകയാണ് പൗലോസും ബർണബാസും. ഇവർ അവിടെ ലിസ്ത്രായിലുണ്ടായിരുന്ന ജന്മനാ മുടന്തന് സൗഖ്യം നൽകി, അവൻ്റെ കാലുകൾക്ക് സൗഖ്യം നൽകി. ഇത് കണ്ടപ്പോൾ ആ ജനം വിചാരിച്ചു, ദാണ്ടെ ദേവന്മാർ ഇറങ്ങി വന്നിരിക്കുക. പിന്നെ അവരെ ആരാധിക്കാനുള്ള പരിശ്രമമായി അവർ പൗലോസിനെയും ബർണബാസിനെയും അവരെ ആരാധിക്കുന്നൊരവസ്ഥയിൽ വന്നപ്പോഴാണ് അവർ വസ്ത്രം കീറി വിളിച്ചു പറയുന്നത്, ഞങ്ങൾ മനുഷ്യരാണ്, ദൈവങ്ങളല്ല, വെറും മനുഷ്യരാണ്, ഞങ്ങൾ ദൈവങ്ങളാക്കരുത്. നമ്മൾ വല്ലായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ നമ്മൾ പറയും, കുഴപ്പമൊന്നുമില്ല, നിങ്ങളേതായാലും ഞങ്ങളെ ദൈവങ്ങളാക്കി കണ്ടതല്ല, അങ്ങനെയൊക്കെ തന്നെ കണ്ടോളാൻ പറയും. പക്ഷെ ഇവർ ചെയ്തങ്ങനെയല്ല. ഞങ്ങൾ യഥാർത്ഥ ദൈവത്തിൽ നിന്നും തങ്ങൾ ചെയ്തൊരു അത്ഭുത പ്രവൃത്തിയുടെ പേരിൽ അവരെ ദൈവങ്ങളായി കണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന അവരിലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ അവർ വസ്ത്രം കീറി ജനത്തെ പിന്തിരിപ്പിക്കുക. ഇതാണ് യഥാർത്ഥ ആത്മീയ മനുഷ്യൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ആരാധന സ്വയം, അംഗീകാരവും ആരാധനയൊക്കെ സ്വയം സ്വീകരിക്കാതെ ദൈവത്തിനാണ് ആരാധന എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മാത്രമാണ് ആരാധന എന്ന് തിരിച്ചറിയുകയാണ്. ഇവിടെ നമ്മുടെ കാലഘട്ടത്തിലും ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ നമ്മെ ആരും ആരാധിക്കുന്നില്ല എങ്കിൽ പോലും നമ്മളിലും ഈ പറയുന്ന ഒരു പ്രലോഭനം ശക്തമായിട്ടുണ്ട്. എന്താണ്?
ദൈവത്തെ പോലെ ആകാനുള്ള ഒരു പ്രലോഭനം. മറ്റൊരു വാക്യം പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കും എന്താണ് നമുക്ക് നന്മ. നമ്മൾ തീരുമാനിക്കും എന്താണ് നമുക്ക് തിന്മ. നമ്മുടെ തീരുമാനം, നമ്മുടെ സ്വാർത്ഥമായ തീരുമാനം ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരുവൻ്റെ എല്ലാ ചിന്താഗതികളും ഈ പ്രലോഭനത്തിൻ്റെ ഭാഗമാണ്. ദൈവമില്ലാതെ ഒരുവനെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഈ പ്രലോഭനത്തിൻ്റെ ഭാഗമാണ്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരുവൻ്റെ ജീവിതത്തിൻ്റെ സകല കാൽവെപ്പുകളും ഈ പ്രലോഭനത്തിൻ്റെ മറ്റൊരു രൂപമാണ്. എനിക്ക് ദൈവത്തെ ആവശ്യമില്ലെന്ന്, ഞാൻ തന്നെയാണ് എൻ്റെ ദൈവം, ഞാൻ തന്നെയാണ് എൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്, അതിന് ദൈവത്തിന് ഒരു സ്ഥാനവുമില്ല, ദൈവവചനത്തിന് ഒരു സ്ഥാനവുമില്ല എന്ന് പറയാതെ പറയുന്നതും ഈ പ്രലോഭനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് സുവിശേഷം ഈ പ്രലോഭനത്തിന് നേരെ വിപരീതമായിട്ട് സംസാരിക്കുന്നത്. എന്താണ്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കുമെന്നാണ് പറയുന്നത്. അതാണല്ലോ എൻ്റെ വചനം പാലിക്കും എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുകയും, അങ്ങനെ എന്നിട്ട് പറയാണ്, പിതാവും ഞാൻ നിങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ദൈവമാകാനുള്ള പ്രലോഭനമല്ല, മറിച്ച് ദൈവം നമ്മളിൽ വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു ഉയർത്തും. രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ദൈവമാകുകയല്ല ചെയ്യുന്നത്, ഇവിടെ ദൈവം മനുഷ്യനായി നമ്മളിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ ദൈവസ്നേഹം, ദൈവസാന്നിധ്യം ഒരു മനുഷ്യനിൽ അതിൻ്റെ പൂർണ്ണതയിൽ നിറയപ്പെടുന്ന ഒരു അനുഭവത്തിലേക്കാണ് സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്നത്. അതിന് അവസാനം കൂട്ടിച്ചേർക്കുന്ന ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആത്മാവ് നിങ്ങളെ യേശു ചെയ്തതും പറഞ്ഞതൊക്കെ കൃത്യമായി ഓർമ്മപ്പെടുത്തി തരികയും പഠിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പെന്തക്കോസ്താ തിരുനാളിന് ഒരുങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താ? പെന്തക്കോസ്താ തിരുനാളിൻ്റെ അന്ന് സംഭവിച്ചെന്താ? പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു ചെയ്തതെല്ലാം, യേശു പറഞ്ഞതെല്ലാം ഈ പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. അതെല്ലാം കൃത്യമായിട്ട് പഠിപ്പിച്ചു. സ്വർഗീയ രഹസ്യങ്ങൾ യേശു, അതിനു മുമ്പ് അവർക്കിതൊന്നും മനസ്സിലായില്ല. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഉത്ഥാനത്തിന് ശേഷവും അവർ യേശുവിനെ വിട്ടുപോയത്. പക്ഷേ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കൽ പോലും അപ്പസ്തോലന്മാർ യേശുവിനെ വിട്ടുപോയില്ല. കാരണം യേശു പറഞ്ഞതും യേശു പഠിപ്പിച്ചതൊക്കെ ഈ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് ഇവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. ആ നിത്യസത്യങ്ങൾ ഇവർക്ക് ഗ്രഹിക്കാൻ പറ്റിയത്, മനസ്സിലാക്കാൻ പറ്റിയത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടും. അങ്ങനെ നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള ഏറ്റവും ഉദാത്തമായ തിരിച്ചറിവിലേക്ക് നമ്മുടെ ജീവിതം മാറും. ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുവാൻ, നമ്മെ തന്നെ ദൈവങ്ങളാക്കാനുള്ള പ്രലോഭനത്തിൽ നിന്നും നമ്മൾ നമ്മുടെ തന്നെ എല്ലാ തീരുമാനങ്ങളും സ്വയം എടുക്കാതെ ദൈവത്തോടുള്ള ആലോചനയിൽ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.